മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും മൂന്നാറിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയായി തുടരുന്നുണ്ട്. നിലവിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിന് സമീപത്തായി ഓട്ടോറിക്ഷ, ടാക്സി, ജീപ്പുകൾ പാർക്ക് ചെയ്യുന്നതിന് നടുവിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. 2026-27 ബജറ്റിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡിനായി 2 കോടി രൂപ അനുവദിക്കപ്പെട്ടത് വലിയ പ്രതീക്ഷയോടെയാണ് മൂന്നാർ നിവാസികൾ നോക്കിക്കാണുന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. വിദേശീയരടക്കം ദിവസവും നൂറുകണക്കിന് ആളുകൾ മൂന്നാറിൽ വന്നു പോകുന്നു. എന്നാൽ ബസ്സുകൾ വേണ്ടവിധം പാർക്ക് ചെയ്യാനോ യാത്രക്കാർക്ക് വിശ്രമിക്കാനോ ഇരിക്കാനോ ബസ് സമയം തിരക്കാനോ ഒന്നും സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡ് മൂന്നാറിലില്ല. ഈ സാഹചര്യത്തിലാണ് 2026-27 ബജറ്റിൽ ഉൾപ്പെടുത്തി മൂന്നാറിൽ ബസ് സ്റ്റാൻഡിനായി 2 കോടി രൂപ അനുവദിച്ചതെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. അപ്പോൾ കുറേ നാളത്തെ ഒരു ആവശ്യമാണ് മൂന്നാറിലൊരു നല്ല ബസ് സ്റ്റാൻഡ് വേണം. കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ 5 കോടി രൂപ KSRTCക്കാണ് വെച്ചിരുന്നത്. അതിൻ്റെ പണികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അതിനുവേണ്ടി പണം അനുവദിച്ചു. അതിനുള്ള സ്ഥലം പഞ്ചായത്തിൻ്റെ കയ്യിലുള്ളത് വിട്ടുതരുന്ന മുറയ്ക്ക് നമുക്ക് തുടർ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാം. നിലവിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിന് സമീപത്തായി ഓട്ടോറിക്ഷ, ടാക്സി, ജീപ്പുകൾ പാർക്ക് ചെയ്യുന്നതിന് നടുവിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ബജറ്റിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡിനായി തുക അനുവദിക്കപ്പെട്ടത് വലിയ പ്രതീക്ഷയോടെയാണ് മൂന്നാർ നിവാസികൾ നോക്കിക്കാണുന്നത്. നിലവിൽ 4 ബസ് നിർത്തിയിടുന്നതിനുള്ള പരിമിതമായ സ്ഥലം മാത്രമാണ് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിനുള്ളത്. മഴക്കാലത്ത് ബസ് കാത്തു നിൽക്കുന്നവർക്ക് കയറി നിൽക്കാൻ പോലും സൗകര്യമില്ല. അനുവദിച്ച തുക കൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമാകും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.